ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല. അത് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് ആർക്കെതിരെയാണ് ഇത്, എവിടെയാണ് ഇത്, എങ്ങനെയാണ് എന്നുള്ളത്, കാരണം കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില വാർത്തകൾ ഞാൻ അത്തരത്തിൽ കണ്ടു. ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ട് ഇത് ഗൗരവത്തിലെടുത്തില്ല എന്ന് വെച്ചാൽ പാർട്ടി നേതൃത്വവും ഭരണ സംവിധാനങ്ങളും അറിഞ്ഞ് അതിനെ എൻകറേജ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഇതിനൊന്ന് റെയ്ഡ് ചെയ്യാത്തത്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നില്ല. അവിടെ സന്ദർശിക്കാൻ ചെന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പോലീസ് ഉൾപ്പെടെ തടയുക. പോലീസ് സൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ബോംബൊന്നും ഇത്തരം ക്രിമിനലുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തവർ സംഭവിച്ച